നെന്മാറയിൽ നിന്ന് കൊല്ലങ്കോട് വഴി ഗോവിന്ദാപുരത്തിലേക്ക് വെറുതെ ഒരു യാത്ര, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ വഴികളിലെ കാഴ്ചകളൊക്കെ എന്തൊക്കെയുണ്ട് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇറങ്ങിയപ്പം മഴയൊന്നും കാര്യമായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞതും മഴയൊക്കെ തകർത്ത് പെയ്യാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ കാണാൻ എന്തേലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മീങ്കര ഡാം എന്ന് കണ്ടത്. ഓക്കെ, നമ്മൾ വെച്ച് പിടിച്ചു മീങ്കര ഡാമിലേക്ക് ചെന്നത് നമ്മളൊന്ന് ഞെട്ടി. കാരണം വിജനമായൊരു സ്ഥലം, ഇവിടെ മനുഷ്യന്മാരൊക്കെ ഉണ്ടോ, ആൾതാമസമൊക്കെ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഗേറ്റിൻ്റെ അവിടെ തന്നെ നിന്നു. പിന്നെ ഒരു ചേട്ടനെ കണ്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് അതിൽ പോയാൽ മതിയെന്ന്. ഞങ്ങൾ വിചാരിച്ചു പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടാവില്ല, ഇവിടെ എന്താ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് കയറാൻ കുറച്ചൊന്ന് മടിച്ചു. പക്ഷേ എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നതാണല്ലോ, ഒന്ന് കയറിയിട്ട് പോകാമെന്ന് തന്നെ ഓർത്ത് ഞങ്ങൾ കയറിയിട്ട് നമ്മൾ ഈ സ്റ്റെപ്പിൽ കൂടെ മേലേക്ക് കയറി. ഡാം ഒന്ന് വിസിറ്റ് ചെയ്യണമല്ലോ, വെറുതെ നമ്മൾ എന്തായാലും ഡാമിലേക്ക് വന്നതാണല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് മേലേക്ക് കയറി. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, വിജനമായ സ്ഥലമാണ്. ആരും ഇല്ലെങ്കിലും നല്ല കാറ്റും ചെറിയൊരു മഴയും നല്ല രസമുള്ള വ്യൂ തന്നെയായിരുന്നു കേട്ടോ. ഏതൊക്കെയോ സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടൊക്കെ ഈ സ്ഥലം ഉണ്ട്. അത് ഏത് സിനിമയാണെന്ന് അറിയുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എന്തായാലും ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ള പ്ലേസാണ്, ഭയങ്കര ക്രൗഡഡ് ഏരിയാസ് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അങ്ങനെയുള്ള പ്ലേസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കാം ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ, ഭയങ്കര ബഹളമുള്ള സ്ഥലങ്ങളൊന്നും എനിക്കങ്ങനെ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഈ സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ മഴയും കൂടെ പെയ്തപ്പം നല്ലൊരു രസമായിരുന്നു. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ചധികം നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ ഷൂട്ട് ചെയ്ത സിനിമകളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ ഇത് തന്നെ കാണാനുള്ളൂ, ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇവിടെ നമ്മൾ ഇതിനു വേണ്ടി വരേണ്ട കാര്യമില്ല. ഈ വഴിയൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്നേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ആളുകളും ബഹളവും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കാണാൻ ജസ്റ്റ് ഈ ഡാമും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഇനി അടുത്ത സ്പോട്ട് എവിടേക്കാന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചു എന്നാൽ ഗോവിന്ദാപുരം ആ റൂട്ട് വഴി ഒന്ന് പോയിട്ട് വരാമെന്ന്. അവിടെയൊക്കെ നല്ല റോഡുകളാണ്, അപ്പം ട്രാവൽ ചെയ്യാനാണെങ്കിലും ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലങ്കോട് കഴിഞ്ഞതും നമുക്കൊരു തമിഴ്നാട് സ്റ്റൈലായിരിക്കും എല്ലാവിടെയും ഫീൽ ചെയ്യുക. ഞങ്ങളോട് സംസാരിച്ച ആളുകളാണെങ്കിലും തമിഴിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം അവിടുത്തെ വീടുകളൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാവും എല്ലാം ഒരു തമിഴ്നാട് സ്റ്റൈലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നമ്മളിങ്ങനെ ആ വഴികളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു പെട്രോൾ പമ്പൊക്കെ കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുകയായിരുന്നു കേരളത്തെക്കാളും കുറവാ തോന്നുന്നു തമിഴ്നാട്ടിലെ പെട്രോളിൻ്റെയൊക്കെ പൈസ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അടിച്ച് നോക്കാമായിരുന്നു എന്നൊക്കെ അവിടെ എത്തിയപ്പോഴാണ് ആലോചിക്കുന്നത്. നമുക്ക് പ്ലാനൊന്നും ഇല്ലായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ ഈ റോഡുകളിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ദൂരം അറിയില്ല, ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് പോയോ എന്നുള്ളത് നമ്മൾ അത്ര ബോധേഡ് ആവില്ല. കാരണം അത്രയും സ്മൂത്തായിരിക്കും ട്രാവലിങ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൂരമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കൂടി ഇനി ഗോവിന്ദാപുരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ട്രാവൽ ചെയ്ത് അവിടുത്തെ ചുറ്റും കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞപ്പം ഞങ്ങൾ വേഗം ടേൺ എടുത്തേ. കാരണം നമുക്കിനി അവിടേക്ക് അങ്ങനെ പോകേണ്ട പർപ്പസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ വേഗം ടേൺ എടുത്തിട്ട് തിരിച്ച് നമ്മൾ കൊല്ലങ്കോട് വഴി തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തിട്ട് ആ വഴി തന്നെ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുന്ന വഴി നമുക്ക് വേറെ എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത് കൊല്ലങ്കോടാണേലും എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി കൊല്ലങ്കോട് പോയിട്ടുള്ള മാത്രമായിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൊല്ലങ്കോടിൻ്റെ മാത്രം ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ കൊല്ലങ്കോടൊക്കെ എത്തിയപ്പം പോകുന്ന വഴിയിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കുടിലിടം എന്ന് പറഞ്ഞിട്ട്. ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇവിടെ കയറാമെന്ന്. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഫെമിലിയർ ആയിട്ട് തോന്നും. കാരണം ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലം കാണാതെ പോകരുതല്ലോ, അതും ഈ വഴി പോയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ കയറുകയാണ്. അങ്ങനെ ഇവിടുത്തെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. അപ്പോൾ വേഗം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണെങ്കിലും പണ്ടത്തെ ഗ്രാമീണതയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ വേറെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ കാണിച്ചിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് വേഗം ഉള്ളിലേക്ക് പോവാം, എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളതൊക്കെ നോക്കാം. കൊല്ലങ്കോടിലെ ഗ്രാമീണ ഭംഗിയെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ ഒരു സുന്ദരമായ ഗ്രാമപ്രദേശം.
പാലക്കാടിലെ മിക്ക പ്രദേശങ്ങളും ഏകദേശം ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് കൊല്ലങ്കോട് വരുമ്പം വലിയ പുതുമ തോന്നുമോ എന്നെനിക്കറിയില്ല. എങ്കിലും നമ്മൾ തന്നെ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഈ റീൽസും വീഡിയോസിലൊക്കെ ഇട്ടിട്ടാണ് ഞാനൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോഴും ഞാൻ വിചാരിക്കും, ഓ, ഈ സ്ഥലം കൊല്ലങ്കോട് ഉള്ളതാണോ? അങ്ങനെയൊക്കെ കൗതുകമൊക്കെ ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഡെയിലി കാണുന്ന സ്ഥലങ്ങളായിരിക്കാം, പക്ഷെ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടാവില്ല. ഇതെല്ലാം ഒരുപാട് ചിലപ്പോൾ വീഡിയോസുകളിലൊക്കെ കാണുമ്പോൾ ഒരുപാട് ട്രെൻഡൊക്കെ ആവണ സമയത്തായിരിക്കും നമ്മൾ ഒന്നും കൂടെ നേരെ നോക്കുക. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാ പാടങ്ങളും വയലുകളും അതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്, എന്നാലും അത് ഇങ്ങനെ നോക്കുമ്പം എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതൊരു ഏറുമാടമാണ്. ഇവിടെ 4 പേരാണ് അറ്റ് എ ടൈം കയറാൻ പറ്റുന്നത്. ഞാൻ എന്തായാലും കണ്ടതും ചാടി കയറി. പേടിയൊന്നും തോന്നിയില്ല. എന്നാലും ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മേലെ കയറി കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് നല്ല കാറ്റും ഉണ്ട്. അതാണ് വയലുകളുടെ ഓരത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കാറ്റ് വരില്ല. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂടും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കയറിയിരുന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ചാടിക്കയറിയ പോലെ എളുപ്പമായിരുന്നില്ല എനിക്ക് ഇറങ്ങാൻ. ഞാനൊന്ന് പേടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. വലിയ വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും തെന്നി വീഴുമോ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളിലൊക്കെ ആയിട്ട് പതുക്കെയാണ് ഇറങ്ങിയത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു വണ്ടി, കാളവണ്ടിയൊക്കെ പോലെ ഒരു വണ്ടി, ഇത് മറ്റേ മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് അങ്ങനെ കയറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വേഗം അത് കയറിയിരിക്കുകയായിരുന്നു. ശോഭനൻ്റെയും തേന്മാവിൻ കൊമ്പത്തെ സിനിമയുടെയൊക്കെ ആ ഒരു ലൊക്കേഷൻ്റെയൊക്കെ ആ ഒരു മൂവി സീനൊക്കെ ആയിരുന്നു എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് കയറിയിരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ പിന്നെ മസ്റ്റാണല്ലോ. ചെറിയ ചെറിയ യാത്രകളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ. അതിന് മുമ്പ് വരെ എനിക്ക് എങ്ങോട്ടും പോകാൻ ഇഷ്ടമല്ല. ആര് വിളിച്ചാലും എനിക്ക് എൻ്റേതായ ഒരു കംഫർട്ട് സ്പേസിൽ അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുവരെ. പക്ഷേ ഇപ്പം എന്തോ എനിക്ക് യാത്രകൾ ഭയങ്കര ഒരു റീചാർജിങ് ആണ്. അത് ഒരുപാട് ദൂരേക്ക് പോകണമെന്നില്ല, അടുത്താണേലും എനിക്കൊന്ന് പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് പുതുതായിട്ടുള്ളത് കണ്ട് ആസ്വദിക്കാനൊക്കെ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. വർഷങ്ങൾ കഴിയുന്തോറും നമുക്ക് ഇഷ്ടമുള്ളത് ചിലപ്പോൾ ഇഷ്ടമല്ലാതാവും, ഇഷ്ടമില്ലാത്തത് ചിലപ്പോൾ ഇഷ്ടമാവും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ എൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെല്ലിനൊരു പ്രത്യേകതയുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നസർബാത്ത് എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ പരമ്പരാഗത നെൽവിത്താണിത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കേട്ടോ അവിടെ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പ്രത്യേകതരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയപ്പോൾ നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനപ്പോൾ അതെല്ലാം കണ്ടു നോക്കുമായിരുന്നു. എന്തായാലും നല്ല രസമില്ലേ അതൊക്കെ കാണാൻ. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ആമ്പൽ കുളം ഉണ്ടായിരുന്നേ. ആമ്പൽ കുറവാണ്, എന്നാലും അത് ആമ്പൽ കുളം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിണറുണ്ടായിരുന്നു. തവളകളെയൊന്നും കണ്ടില്ല, എന്നാലും 40 അടി ആഴ്ചയിൽ ഒരു തവളക്കിണറെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ നടന്നത്, ഇനി നമുക്ക് പാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള സ്പേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഇങ്ങനെ വെള്ളം കണ്ടത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ തോണിയുണ്ട്, അതിൽ വേണമെങ്കിൽ നമുക്കിന്ന് ഫോട്ടോസ് എടുക്കാം. ഇതൊക്കെ നമ്മൾ റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ പാടവരമ്പത്തിലൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടന്നു. എന്തായാലും മൊത്തത്തിൽ സ്ഥലം എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഏട്ടനും കൂടെ ഇഷ്ടമായിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കാം. സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലം മാർവലസ്, ബ്യൂട്ടിഫുൾ. ഇനി നിങ്ങളുടെ ഊഴമാണേ. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമായോ എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നടന്നപ്പം ഒരു റാന്തൽ വിളക്കൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റത്തിൽ കണ്ടപ്പോൾ ഞാനതിൽ കയറി ഇങ്ങനെ ചവിട്ടുമായിരുന്നു. പണ്ടൊക്കെ ഇത് ഒരുപാട് ഇങ്ങനെ പാടത്തൊക്കെ ഉണ്ടാവില്ലേ? ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനതിൽ കുറച്ച് നേരം ഇങ്ങനെ ചവിട്ടി നോക്കുമായിരുന്നു. കുറച്ച് പാടായിരുന്നു കേട്ടോ, കാരണം ഒന്ന് പോകുമ്പം ഒന്ന് വരുമ്പോഴേക്കും കാല് പൊക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ നടന്നു. ഇവിടെ ഇങ്ങനെ കാണാനുള്ള എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പം ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പേസ് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവിടെ നിന്നേ ഈ ലവ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ പോയി ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ട ഉടനെ അവിടെ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് ഞാൻ വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പം കുറച്ച് അമ്മമാരൊക്കെ അവിടെയൊക്കെ ഇരുന്ന് പണി എടുക്കുന്നുണ്ടായിരുന്നു. ഞാറ് നടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കുടിലിടത്തെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.